ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്ന ആരുമായി എന്തെങ്കിലും സാമ്യം തോന്നുമെങ്കിൽ അത് യാദൃച്ഛികം മാത്രം. ഒരിടത്തൊരിടത്ത് ഒരു കാരണഭൂത രാജാവുണ്ടായിരുന്നു. അധികാരമേറ്റ ആദ്യകാലങ്ങളിൽ നാട്ടിലെ നാലാൾ അറിയുന്ന എല്ലാവരെയും ശാസിക്കുകയും കിങ്കരന്മാരെ വിട്ട് ഈ രാജാവ് അവരെയെല്ലാം വെല്ലുവിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ ഭക്തസംഘങ്ങൾ അത് കേട്ട് കോറസ് പാടുകയും കൂടുതൽ ആക്ഷേപം ചൊരിയുകയും ചെയ്തു. പിന്നെ അധികാരത്തിൻ്റെ അവസാന കാലത്ത് അതിൻ്റെ സുഖം അനുഭവിച്ച് മത്തുപിടിച്ച രാജാവ് പണ്ട് പുലഭ്യം വിളിച്ചവരെയെല്ലാം തൻ്റെ അടിമകളെ വിട്ട് അവരുടെ കാല് കഴുകുകയും ശൗചാലയം വൃത്തിയാക്കുകയും ആ മാലിന്യങ്ങളെല്ലാം ചുമന്ന് സ്വയം സംസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ സംപ്രീതരാക്കി വീണ്ടും അധികാരത്തിൽ തുടരാനുള്ള രാജാവിൻ്റെ ഒരു കുറുക്കൻ തന്ത്രമാണിത്. രാജാവ് വീണ്ടും ഭരണമേൽക്കുമോ എന്നുള്ളത് അടുത്ത ലക്കം കഥയിൽ തുടരുന്നതാണ്.